ഹെഡ്സെറ്റിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ഡ്രൈവർ, ട്യൂണിംഗ്, ഫ്രീക്വൻസി റേഞ്ച് എന്നിവ അതിനായി നോക്കാം. സൗണ്ടിന്റെ പ്രധാന ഘടകമാണ് ഡ്രൈവർ, കാറിന്റെ ഡ്രൈവർ അല്ല. ഇയർബഡ്സിനുള്ളിൽ ചെറിയ സ്പീക്കറാണ് ഈ ഡ്രൈവർ. 6mm മുതൽ 12mm വരെയാണ് ഇതിനുള്ള സൈസ് വരുന്നത്. ഡ്രൈവറിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എയർ പാസ് ചെയ്യുകയും നല്ല ബാസ് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇതിന് ഡിസൈനും ബാധകമായി വരുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് മറ്റൊരു ഘടകമാണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണല്ലോ നമുക്ക് കേൾക്കാവുന്ന ശബ്ദം. ഈ സൗണ്ട് റേഞ്ച് ഹെഡ്സെറ്റിൽ വരുന്ന എത്രയെന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. എല്ലാ ഇയർബഡ്സിലും ഈ ഫ്രീക്വൻസി മാക്സിമം ആണ് ഓഫർ ചെയ്യുന്നത്. എന്നാൽ ലിസൺ ചെയ്തുള്ള റിവ്യൂസ് നോക്കിയാൽ കൃത്യമായി അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. ട്യൂണിംഗ് മറ്റൊരു ഘടകമാണ്. ചില ബ്രാൻഡുകൾ ഹെവി ബാസുകൾക്കായി ട്യൂൺ ചെയ്തിട്ടുണ്ട്. ചില ബ്രാൻഡുകൾ ന്യൂട്രൽ അല്ലെങ്കിൽ വോക്കൽ ശബ്ദം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ലോങ് യൂസിൽ നമുക്ക് കൂടുതൽ കംഫർട്ട് തോന്നുന്നത് ഈ ട്യൂണിംഗ് ആയിരിക്കും. കൺട്രോൾ ചെയ്ത ബാസും ട്രെബിളും ക്ലിയർ വോയിസും ആണ് ഇതിൽ വരുന്നത്. ഹെഡ്സെറ്റിന്റെ ക്ലാരിറ്റി പരിശോധിക്കാൻ ഏറ്റവും നല്ലത് ഇൻസ്ട്രുമെന്റ്സിന്റെ ആവിർഭാവമില്ലാത്ത പാട്ടുകൾ കേട്ട് നോക്കുന്നതാണ്. ഹെഡ്സെറ്റ് ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു മോഡറേറ്റ് ശബ്ദത്തിലിട്ട് ക്ലിയർ വോയിസ് ഉള്ള, ആവശ്യത്തിന് മാത്രം ബാസ് ഉള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് നോക്കാം.